ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വാഹനങ്ങളെക്കുറിച്ചാണ്. വാഹനങ്ങൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? വാഹനങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകാനാണ് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുക. വാഹനങ്ങൾ ഒരുപാട് തരത്തിലുണ്ട്, ഒരുപാട് ഉപയോഗത്തിന് പറ്റിയ രീതിയിലുള്ള വാഹനങ്ങളുണ്ട് അല്ലേ? നമുക്ക് ഓരോന്നും നോക്കാം. ഓരോ വാഹനങ്ങളും അതിനെന്താണ് പറയുക, അതിനെന്താണ് ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. തുടങ്ങാം. ശരി, ആദ്യമായി കാണിക്കുന്നത് സൈക്കിൾ. സൈക്കിളിന് മലയാളത്തിൽ ഇരുചക്രം എന്നും പറയും അല്ലേ? കാരണം അതിന് 2 ചക്രമാണുള്ളത്. സൈക്കിൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? സൈക്കിൾ നമ്മൾ കൂടുതൽ സ്കൂളിൽ പോകാനൊക്കെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതാണ് സൈക്കിള്. പല കാര്യത്തിലും, പാലിനും എല്ലാത്തിനും, പാല് കൊണ്ടുപോകാനും രാവിലെ തന്നെ പത്രം ഇടാനും ഒക്കെ സൈക്കിൾ ചില സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതെ, നമ്മളെ എല്ലാവരുടെ വീട്ടിലും സൈക്കിളുണ്ട് അല്ലേ? അടുത്തത് സ്കൂട്ടർ. സ്കൂട്ടർ എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. അതിന് നമ്മൾ ഇരുചക്രം എന്നാണ് പറയുക ശരിക്കും പറഞ്ഞാൽ, കാരണം അതിന് 2 ചക്രങ്ങളാണുള്ളത് അല്ലേ? സ്കൂട്ടർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാൻ? അതെ, യാത്ര ചെയ്യാൻ. പല സ്ഥലങ്ങളിലും നമ്മൾ സ്കൂട്ടറിലാണ് യാത്ര ചെയ്യുക അല്ലേ? ഇനി അടുത്തത് എന്താണ്? മുച്ചക്ര വാഹനം. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ട്രൈസൈക്കിൾ എന്ന് പറയും അല്ലേ? മുച്ചക്ര വാഹനം, കാരണം 3 ചക്രങ്ങളാണ് അതിനുള്ളത് അല്ലേ? അത് ഒരു ഉദാഹരണം പറഞ്ഞേ. കൂട്ടുകാരുടെയൊക്കെ സൈക്കിളിന് 3 ചക്രങ്ങളായിരിക്കും. കാരണം ആദ്യകാലത്ത് സൈക്കിൾ ഓടിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ബാലൻസ് കിട്ടാണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കും. മുച്ചക്ര വാഹനത്തിന് വേറൊരു ഉദാഹരണവും കൂടിയുണ്ട്. എന്താണത്? ഓട്ടോ. എന്താണ്? ഓട്ടവും മുച്ചക്ര വാഹനമാണ് അല്ലേ? ഓട്ടോ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതും സഞ്ചരിക്കാനാണ്. അടുത്ത സ്ഥലങ്ങളൊക്കെ പോകാൻ നമ്മൾ ഓട്ടോ ചിലപ്പോൾ ഉപയോഗിച്ചെന്ന് വരും. ചിലവർക്ക് കാറും ബൈക്കും ഒന്നും ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഓട്ടോ ഉപയോഗിച്ചെന്ന് വരും അല്ലേ? ശരി, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാമല്ലോ. അടുത്തത് ബസ്. എന്താണത്? ബസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബസ് യാത്ര ചെയ്യാൻ തന്നെയാണ് അല്ലേ? അതിന് നമ്മളത് പൊതു വാഹനം എന്നാണ് നമ്മൾ ബസ്സിനെ പറയുന്നത്. കാരണം ഒരുപാട് പേര് കയറും. നമ്മളെ കുടുംബക്കാർ മാത്രമല്ല, നമുക്ക് മാത്രം അറിയുന്ന ആൾക്കാരല്ല കയറുക. പക്ഷെ നമുക്കറിയാത്ത പല അന്യരും കയറുന്നുണ്ട്. പൊതുവായ ഒരു സ്വത്താണ് ബസ് എന്ന് പറയുന്നത്. പൊതുവാഹനമാണ് ബസ് അല്ലേ? അടുത്തത് നോക്കാം. എന്താണെന്ന് നോക്കിയേ. അതെ, അടുത്തത് നമ്മൾ ട്രാക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ട്രാക്ടർ കൂടുതലും നിലം കൊഴിയാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കൃഷി സ്ഥലങ്ങളുള്ള സ്ഥലം, ഒരു കർഷകന് തീർച്ചയായും ട്രാക്ടർ വേണം. അതുകൊണ്ടാണ് നിലം കൊഴിയുന്നത്. തീവണ്ടിയിൽ കയറിയിട്ടുണ്ടോ കൂട്ടുകാർ? കുക്കു തീവണ്ടി പറയുന്നത് കേട്ടിട്ടില്ലേ? കൂതിപ്പായും തീവണ്ടി. അതെ, ആ തീവണ്ടിയാണിത്. അപ്പോൾ നമ്മൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് തീവണ്ടിയിലാണ് പോവുക അല്ലേ? എല്ലാവർക്കും അറിയാലത്. നല്ല ഭംഗിയാണ് തീവണ്ടി. നല്ല വലിപ്പം നീളമുള്ള റെയിലിലൂടെയാണ് തീവണ്ടി പോവുക അല്ലേ? അടുത്തതായി സുഹൃത്തുക്കളെ, നമുക്ക് കാളവണ്ടി നോക്കാം. നോക്കിയേ, കാളവണ്ടി എന്തിനാണ് ഉപയോഗിക്കുക? ഇപ്പോഴത്തെ കാലത്ത് കാളവണ്ടി കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം നമുക്ക് കാറും ബസ്സും ഓട്ടോ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. കാളവണ്ടി പണ്ട് കാലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. പണ്ട് കാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനൊക്കെ കാളകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടി കൊണ്ടുപോകാൻ. അതുകൊണ്ട് അതിന് കാളവണ്ടി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കാളനെ കൊണ്ടും നിലം കൊഴിയുന്നുണ്ട്. ഇപ്പോഴും അത് ചില കർഷകർ ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം അല്ലേ? ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയേ. ആംബുലൻസ്. എന്താണത്? ആംബുലൻസിൻ്റെ ഉപകാരം എന്താണ്? ആർക്കെങ്കിലും ആക്സിഡൻ്റ് ആയാൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അല്ലേ? എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോൾ ആംബുലൻസിലാണ് കയറുന്നത്. ആംബുലൻസിൻ്റെ പ്രത്യേകത എന്താ? ആംബുലൻസ് പോകുമ്പം സൈറൺ ഇട്ടിട്ടാണ് പോവുക. സൈറൺ ഇട്ട് പോകുമ്പോൾ അതിൻ്റെ മുമ്പിലുള്ള വാഹനങ്ങളൊക്കെ മാറിക്കൊടുക്കും. കാരണം ഒരു ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കും ആംബുലൻസിലുള്ള ഒരു ആളുണ്ടാവുക. അപ്പോൾ അവരെത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം എന്ന് കാണിക്കാനാണ് അവർ സൈറൺ ഇട്ടിട്ട് ആംബുലൻസ് പോകുന്നത് അല്ലേ? അത് ആശുപത്രിയിലൊരു വണ്ടിയാണ് ആംബുലൻസ്
അല്ലേ? ഇനി അടുത്തത് ഫയർ എൻജിൻ. എന്താണത്? അതിന് നമ്മൾ തീ എൻജിൻ എന്നും പറയും. അത് എന്താ ഉപകാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് തീ പിടിച്ച് ഒരു രക്ഷയുമില്ല, ആർക്കും രക്ഷപ്പെടാൻ പറ്റണില്ല. അപ്പം നമ്മൾ ആദ്യം വിളിച്ചു പറയുന്നത് ഫയർ എൻജിൻ്റെ ആൾക്കാർക്കാണ് അല്ലേ? അവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ അവർ വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് എല്ലാ തീയും ശമിപ്പിച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തും. അപ്പോൾ അതിന് അവർ ഉപയോഗിക്കുന്ന വാഹനമാണ് ഫയർ എൻജിൻ. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? ഇനി അടുത്തത് എന്താണത്? അതാണ് വിമാനം. വിമാനം എന്താണ്? വിമാനം എങ്ങനെയാണ് പോവുക? വിമാനം പറക്കുക ചെയ്യാൻ. അത് ഭൂമിയിലോ വെള്ളത്തിലോ അല്ല, പകരം അത് ആകാശത്തിലൂടെ പറന്നു പോകുന്നൊരു വാഹനമാണ് വിമാനം. വിമാനം എന്തിനൊക്കെ ഉപയോഗിക്കുക? ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ അത് വിമാനത്തോടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അവിടത്തേക്ക് നമുക്ക് ചിലപ്പോൾ ട്രെയിന് കിട്ടില്ല, ചിലപ്പോൾ നമുക്ക് വെള്ളത്തിലോട്ട് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ദൂരെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകാൻ നമ്മൾ വിമാനം ഉപയോഗിക്കും. അതുമാത്രമല്ല, വിമാനം കൊണ്ട് നമ്മൾ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പല സാധനങ്ങളും കൊടുത്തയക്കുന്നുണ്ട് അല്ലേ? ചിലപ്പം കൂട്ടുകാരുടെ വീട്ടിൽ ചിലപ്പോൾ അച്ഛനൊക്കെ ദുബായിലോ ഗൾഫിലോ ഉണ്ടാവും. അപ്പോൾ അച്ഛനൊക്കെ ചില സമയത്ത് മിഠായിയും ഡ്രസ്സൊക്കെ കൊടുത്തയക്കണില്ലേ? അതെങ്ങനെയാണ് കൊടുത്തയക്കുന്നത്? അപ്പോൾ അവർ പറയും നമ്മൾ കാർഗോയിൽ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ കൊറിയറൊക്കെ എങ്ങനെയാണ് വരുന്നത്? വിമാനത്തിലൂടെയാണ് വരുന്നത് അല്ലേ? അതിനുള്ള ഓരോന്നിനും ഓരോ വിമാനങ്ങൾ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മനസ്സിലായാലും കൂട്ടുകാർക്ക്? ഇനി അടുത്തതെന്താ? കപ്പൽ. എന്താണത്? കപ്പൽ. കപ്പലിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഷിപ്പ് എന്ന് പറയും അല്ലേ? കപ്പൽ എന്തിനാ ഉപയോഗിക്കുക? കപ്പൽ ഇതുപോലെ തന്നെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനാണ് കപ്പൽ ഉപയോഗിക്കുന്നത്. എല്ലാവരെയും കപ്പൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ടൈറ്റാനിക് അല്ലേ? അതുപോലെ തന്നെ വേറെയും തരത്തിലുള്ള കപ്പലുകളുണ്ട്. എങ്ങനെ? ചരക്ക് കപ്പൽ എന്ന് പറയും. ചരക്ക് കപ്പൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്ഥലത്തേക്കും ഓരോ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ ചരക്ക് കപ്പലിലാണ് കൊണ്ടുപോകുക ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തിലേക്ക്. മനസ്സിലായ? ഇനി അടുത്തത് നമ്മൾ കപ്പലിൻ്റെ ഇതിൽ തന്നെ വള്ളം നോക്കാം. വള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. വെള്ളം എന്തിനാണ് ഉപയോഗിക്കുക? വെള്ളം ഉപയോഗിക്കുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായേ? മീൻകാർ കടലിൽ പോയിട്ട് നമുക്ക് രുചികരമായ മീനുകൾ കൊണ്ടുവരുന്നില്ലേ? അത് ഈ വെള്ളത്തിൽ പോയിട്ടാണ് മീൻ പിടിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് ലോറി. ഇതെന്താണ്? ലോറി. ലോറി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോറി ഇതുപോലെ തന്നെ ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പല സാധനങ്ങളും, ചിലപ്പോൾ നമുക്ക് ഭക്ഷണ സാധനങ്ങളായിരിക്കും, ചിലപ്പം അരിയായിരിക്കും, ചിലപ്പം പാലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പച്ചക്കറികളായിരിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കാം. എല്ലാം ഓരോ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ലോറിയിൽ. പല കാര്യത്തിനും ലോറി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ശരി. അടുത്തെന്താ? കാറ്. കാർ എന്തിനാണ് ഉപയോഗിക്കുക? കാറ് കൂടുതൽ നമ്മളെ വീട്ടിലുള്ളതാണ്. വീട്ടിൽ നമ്മൾ കുടുംബക്കാരെല്ലാം ഒരുമിച്ച് പോകാനൊക്കെ കാർ ഉപയോഗിക്കും. അതല്ലാണ്ട് പല ഒരു ടാക്സി പോലെയും നമ്മൾ കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, വാടകയ്ക്ക് വേണ്ടി നമ്മൾ കാർ എടുക്കുന്നുണ്ട് അല്ലേ? കാറൊക്കെ അങ്ങനെയാണ് എടുക്കുക. ശരി. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് പാൽ വണ്ടി. എന്താണത്? അതിന് ഇംഗ്ലീഷിൽ മിൽക്ക് വാൻ എന്ന് പറയും. പാലൊക്കെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാൽ വണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെലികോപ്റ്റർ. എന്താണത്? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത എന്താ? അതും വിമാനം പോലെ തന്നെയാണ്. പക്ഷേ വിമാനത്തിന് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല, അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കണം. പക്ഷേ ഈ ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ 3 ഫാനുകളുണ്ടാവും. ആ ഫാനുകളുടെ പവർ കൊണ്ട് അത് ചുറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ പവർ കൊണ്ട് ഹെലികോപ്റ്ററിന് ഒരു സ്ഥലത്ത് കുറച്ച് നിമിഷങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. അതാണ് ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് ജീപ്പ്. ജീപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? കൂടുതലും മലയോര പ്രദേശങ്ങളിൽ മലമുകളിൽ കയറാൻ ഏറ്റവും ഉത്തമമായ ഒരു വാഹനമാണ് ജീപ്പ്
അല്ലേ? എല്ലാവരും കണ്ടു. അത് 4 ചക്ര വാഹനമാണ് ജീപ്പ്. അപ്പോൾ കൂട്ടുകാരിപ്പോൾ ഒരുപാട് വാഹനങ്ങളെ പറ്റി പഠിച്ചു. ഓരോ വാഹനവും എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു പരീക്ഷ വെക്കാൻ പോവാം. നിങ്ങൾ കറക്റ്റായിട്ട് ഏതാണ് ഈ വാഹനം എന്നുള്ളത് എൻ്റെ അടുത്ത് പറയണം. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഒരു തെറ്റും ഇല്ലാണ്ട് കൂട്ടുകാർ പറയണം. തുടങ്ങാം. ശരി. ഇനി ഇതേതാ വാഹനം ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും തീ പിടിച്ചാലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് ഇവരെയാണ്. എന്താണത്? ഇതാണ് തീ എൻജിൻ, അല്ലെങ്കിൽ നമ്മൾ ഫയർ എൻജിൻ എന്ന് പറയും അല്ലേ? കറക്റ്റ്. ഇനി അടുത്തത് നോക്കാം. ഇതേതാ വാഹനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ് പാല് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനമാണിത്. അതെ, പാൽ വണ്ടി. അല്ല, എന്താണ്? മിൽക്ക് വാൻ എന്നും പറയും ഇംഗ്ലീഷിൽ അല്ലേ? ഇനി അടുത്തത് ഇതേതാണ്? ഞാൻ പറഞ്ഞു, ഒരുപാട് ദൂരത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ട്രെയിനോ ബസ്സോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. വിമാനം അല്ലേ? എന്താണത്? വിമാനം. കറക്റ്റ്. ഇനി അടുത്തത് ഇതെന്താ? ഞാൻ പറഞ്ഞു വെള്ളത്തിലൂടെയാണിത് പോകുന്നത്. ആലോചിക്കേ. അതെ, കപ്പൽ. എന്താണ്? കപ്പൽ. അടുത്തത് ഇതെന്താന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നൊരു വാഹനമാണ്. അതെ, എന്താണ്? വള്ളം. എന്താണത്? വള്ളം. ശരി. ഇനി അടുത്തത് ഇതെന്താന്ന് നോക്കി പറഞ്ഞേ. ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? എന്താണത്? സൈക്കിൾ. എന്താണത്? സൈക്കിൾ. ശരി. ഇനി അടുത്തത് ഇതെന്താ ഒന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു 3 ചക്രമുണ്ട്. എന്താ അതിന് പറയുക? മുച്ചക്രവാഹനം. എന്താണത്? മുച്ചക്രവാഹനം. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ട്രൈസൈക്കിൾ അല്ലേ? എന്താണ്? ട്രൈസൈക്കിൾ. ശരി. ഇതെന്താന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അച്ഛനമ്മക്ക് സിനിമക്കൊക്കെ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോകും. അച്ഛനൊക്കെ ചിലപ്പോൾ ഓഫീസിൽ പോകാൻ ഉപയോഗിക്കുന്നതായിരിക്കും ഇത്. എന്താണത്? അതെ, അതാണ് സ്കൂട്ടർ അല്ലേ? എന്താണത്? സ്കൂട്ടർ. ശരി. ഇനി അടുത്തത് എന്താന്ന് നോക്കിയേ. നല്ലോണം ആലോചിക്കണം കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണത്? അതെ, കാർ. എന്താണ്? കാർ. ശരി. ഇനി ഇതെന്താ? ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊടുത്തേക്കും. പലചരക്കുകൾ, ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോൾ അരിയായിരിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കും, വെജിറ്റബിൾസ് എല്ലാം കൊണ്ടുപോകുന്നൊരു വാഹനമാണിത്. അതെ, ലോറി. എന്താണ്? ലോറി. അടുത്ത് നോക്കാം. ഇതെന്താണെന്ന് ആലോചിക്കേ. നമ്മളിത് പൊതുവാഹനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കയറി പോകുന്ന വാഹനമാണിത്. ഒരാൾക്ക് മാത്രമല്ല. അതെ, ബസ്. എന്താണത്? ബസ്. ശരി. ഇനി അടുത്ത എന്താണെന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞ ഇതുകൊണ്ടാണ് കർഷകർ നിലം കൊഴിയുന്നത് അല്ലേ? എന്നാലോചിക്കേ. ട്രാക്ടർ. എന്താണ്? ട്രാക്ടർ. ശരി. ഇനി അടുത്തത് നിലം കൊഴിയാൻ വേറൊന്നും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതെ, പണ്ടത്തെ കാലത്ത് യാത്ര ചെയ്യാനും ഉപയോഗിക്കുന്നൊരു വാഹനമാണിത്. എന്താണത്? കാളവണ്ടി. എന്താണത്? കാളവണ്ടി. ശരി. ഇനി അടുത്തത് നോക്കിയേ. നല്ലോണം ആലോചിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് കുറച്ച് നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാനുള്ളൊരു കഴിവുണ്ട് ആകാശത്ത്. നമ്മളെ സാധാരണ വിമാനം പോലെയല്ല, 3 ഫാനുകളുള്ളൊരു വാഹനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഹെലികോപ്റ്റർ അല്ലേ? എന്താണത്? ഹെലികോപ്റ്റർ. ശരി. ഇനി ഇതെന്താ ഒന്ന് ആലോചിക്കേ. നമ്മൾ പെട്ടെന്ന് അപകടം പറ്റിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും സുഖമില്ലാണ്ടായാലോ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു വാഹനമാണിത്. എന്താണ്? ആംബുലൻസ് അല്ലേ? എന്താണത്? ആംബുലൻസ്. അടുത്ത വാഹനം എന്താന്ന് നോക്കിയേ. നന്നായിട്ട് ആലോചിക്കണം കേട്ടോ.
ഞാൻ പറഞ്ഞു മലയോര പ്രദേശങ്ങളിൽ മലമുകളിൽ കയറാൻ ഏറ്റവും ഉത്തമമായ ഒരു വാഹനമാണിതെന്ന് പറഞ്ഞു. എന്താണ്? ജീപ്പ് അല്ലേ? എന്താണത്? ജീപ്പ്. ശരി, ഇനി അടുത്ത നോക്കിയേ. നമ്മൾ കൂടുതൽ നമ്മളെ നാട്ടിൽ കാണുന്നതാണ്. ചിലപ്പോൾ വീട്ടിൽ വണ്ടിയൊന്നും ഇല്ലാത്തൊരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ബസ്സൊന്നും കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കൂടുതലും വിളിക്കുന്നതാണ്. എന്താണത്? ഓട്ടോ അല്ലേ? എന്താണ്? ഓട്ടോ. ശരി, അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓരോ വാഹനങ്ങളുടെ ഉപകാരവും ഓരോ വാഹനങ്ങൾക്ക് എന്താ പേര് പറയാന്നുള്ളതൊക്കെ പഠിച്ചല്ലോ. എല്ലാവരും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്.